ലീഗൽ പ്രിസത്തിലേക്ക് സ്വാഗതം. സെൻസസ് 2027 രണ്ടാം ഘട്ടം ചോദ്യാവലി പുറത്തുവന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ ചോദ്യാവലി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതാണ് വിജ്ഞാപനം. ഇതിൽ ആകെ 40 വിവരങ്ങളാണ് നൽകേണ്ടത്. ഈ വിജ്ഞാപനം വിശദമായി പറഞ്ഞു തരുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഈ വിവരങ്ങൾ മാത്രമേ നൽകാവൂ. മറ്റൊരു വിവരവും ആവശ്യപ്പെടാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു രാഷ്ട്രം അതിലെ ജനങ്ങളെ അറിയാൻ ശ്രമിക്കുന്നതാണ് കാനേഷുമാരി എന്ന സെൻസസ്. ഇത് വ്യക്തിഗത വിവരമായാണ് ശേഖരിക്കുന്നതെങ്കിലും അത് കൺസോളിഡേറ്റ് ചെയ്ത സ്ഥിതി വിവര കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ അടുത്ത 10 വർഷത്തെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. സെൻസസിന്റെ ഈ രണ്ടാം ഘട്ടത്തിലൂടെ രാഷ്ട്രം നിങ്ങളെ കൂടുതൽ അറിയുന്നതിന് ശ്രമിക്കുന്നതാണ്. അതിനായി ആകെ 40 ചോദ്യങ്ങളാണ് പൗരന്മാരോട് ചോദിക്കുന്നത്. അതിൽ ഈ 1 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളാണ്. ഇതിൽ പേര് മുതൽ മാതാപിതാക്കളുടെ വിവരം, ജാതി, വിവാഹസ്ഥിതി ഒക്കെ വരും. ഇനി ഈ 14 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തൊഴിലിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇനി ഈ 26 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നേറ്റിവിറ്റി, ഡൊമിസൈൽ ഇവ കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങളാണ്. 34 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ തിരിച്ചറിയൽ വിവരങ്ങളാണ്. ഇതോടെ 40 ചോദ്യങ്ങളും കഴിഞ്ഞു. ഇനി ഓരോ ചോദ്യങ്ങളും വിശദമായി പരിചയപ്പെടാം. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ ഗൃഹനാഥന്റെ വിവരങ്ങളാണ് നമ്മൾ നൽകിയത്. എന്നാൽ ഇവിടെ ഓരോ അംഗങ്ങളുടെയും വിവരം പ്രത്യേകം നൽകണം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും വിവരം നൽകണം. ഇനി ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1, നെയിം ഓഫ് ദ പേഴ്സൺ. ഇത് നമ്മുടെ പേരാണ്. ഇവിടെ ഓരോ വ്യക്തിയുടെയും പേര് നൽകേണ്ടതാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവരുടെ പേര് നൽകണം. ഇനി ചോദ്യം 2, റിലേഷൻഷിപ്പ് ടു ഹെഡ്. ഇത് ഗൃഹനാഥനുമായുള്ള ബന്ധമാണ്. ഇത് ചിലപ്പോൾ മകനെന്നോ മകളെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ പിതാവെന്നോ മാതാവെന്നോ ഒക്കെ വരാം. വൃദ്ധരായ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലാണ് പിതാവ്, മാതാവ് എന്നൊക്കെ എഴുതേണ്ടി വരുന്നത്. ചോദ്യം 3, സെക്സ്. ഇത് പുരുഷ പ്രജയോ സ്ത്രീ പ്രജയോ ദ്വിലിംഗ പ്രജയോ എന്നതാണ്. ആണോ പെണ്ണോ ട്രാൻസ് പേഴ്സണോ എന്നത്. അടുത്ത ചോദ്യം 4, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഏജ് ഇൻ കംപ്ലീറ്റഡ് ഇയേഴ്സ്. ഇവിടെ ജനന തീയതിയും വയസ്സുമാണ് പറയേണ്ടത്. ഇവിടെ വയസ്സ് പറയുമ്പോൾ പൂർത്തിയായ വർഷം കണക്കാക്കിയാൽ മതി. ചോദ്യം 5, കറണ്ട് മാരിറ്റൽ സ്റ്റാറ്റസ്. നിലവിലെ വിവാഹസ്ഥിതിയാണ് ഇവിടെ പറയേണ്ടത്. ഇവിടെ വിവാഹിതനാണോ അവിവാഹിതനാണോ, അല്ലെങ്കിൽ വിവാഹിതയാണോ അവിവാഹിതയാണോ, വിവാഹമോചനം നേടിയതാണെങ്കിൽ അത് പറയേണ്ടി വരും. പങ്കാളി മരണപ്പെട്ടതാണെങ്കിൽ അത് പറയാം. സിംഗിൾ ആയവരെ അവിവാഹിതരായി കണക്കാക്കും. ലിവിംഗ് ടുഗെദർ ഒന്നും വിവാഹമായി കണക്കാക്കുകയില്ല. ഇത് നമ്മുടെ സിവിൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി ചോദ്യം 6ലേക്ക് പോകാം. ഇവിടെ വിവാഹ സമയത്തെ പ്രായമാണ് ചോദിക്കുന്നത്. ഏജ് അറ്റ് മാരേജ് ഇൻ കംപ്ലീറ്റഡ് ഇയേഴ്സ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശൈശവ വിവാഹം നടക്കുന്ന പ്രദേശമാണോ എന്നൊക്കെ അറിയാനായിരിക്കും. ഇവിടെയും പൂർത്തിയായ വർഷമാണ് പ്രായമായി പറയേണ്ടത്. ഇനി ചോദ്യം 7 നോക്കാം. ഇവിടെ പങ്കാളിയുടെ പേരാണ് ചോദിക്കുന്നത്. സ്പൗസ് നെയിം. പങ്കാളി ജീവിച്ചിരിക്കുന്നവർക്ക് പങ്കാളിയുടെ പേര് നൽകാവുന്നതാണ്. നിയമാനുസരണം വിവാഹം ചെയ്ത ആളിനെയാണ് ഇവിടെ പങ്കാളി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം 8, നാഷണാലിറ്റി ആസ് ഡിക്ലെയർഡ്. ഇവിടെ നമ്മുടെ നാഷണാലിറ്റി ഡിക്ലെയർ ചെയ്യണം. ഏത് രാജ്യത്തെ പൗരനാണെന്നാണ് ഈ ചോദ്യം. ചോദ്യം 9, റിലീജിയൻ. മതം ഏതെന്നാണ്. ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ഹിന്ദു എന്നിങ്ങനെ പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറാവുന്നതാണ്. ആരുടെയും പ്രേരണ ഉണ്ടായിരിക്കരുതെന്ന് മാത്രം. സ്വന്തം ഇഷ്ടപ്രകാരം മതം ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ച മതമാണ് ഇവിടെ എഴുതേണ്ടത്. ചോദ്യം 10, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓർ കാസ്റ്റ്. ഇത് ശരിക്കും ജാതിയാണ്. ഇതിനെയാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. ജാതി സെൻസസ് അടിസ്ഥാനമാക്കിയാണ് സംവരണം ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ ജാതി സെൻസസ് 1931 പൂർണ്ണമായി നടത്തിയത്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴും ജാതി സംവരണം നൽകുന്നത്. ജാതി സംവരണം ഒരു ഔദാര്യമല്ലെന്നാണ് പറയുന്നത്. ഭരണതലങ്ങളിൽ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇത്. ഓരോ ജാതിയിലും പെട്ട ആൾക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായാണ് ഭരണതലങ്ങളിൽ സംവരണത്തിനുള്ള ശതമാനം കണക്കാക്കുക. ഈ സംവരണത്തിന്റെ അടിസ്ഥാനം ജാതിയാണ്. ജാതി നമുക്ക് സ്വമേധയാ മാറാൻ കഴിയില്ല. അതൊരു ബ്രാൻഡിംഗ് ആണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൊഴിലിനെയും മറ്റ് ചില ഘടകങ്ങളെയും അടിസ്ഥാനമാക്കി നടത്തിയ ബ്രാൻഡിംഗ്. ഹിന്ദു മതത്തിലാണ് ജാതിയും ജാതി ശ്രേണിയും ഉള്ളത്. ഇസ്ലാം, ക്രിസ്ത്യൻ മതങ്ങളിലൊന്നും ജാതിയോ ജാതി ശ്രേണിയോ ഇല്ലെന്നാണ് നിയമം പറയുന്നത്.
അതുകൊണ്ട് ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാറിയവർക്ക് ജാതി ഉണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ചോദ്യം 11, 12. ഫാദേഴ്സ് പെർട്ടിക്കുലേഴ്സ്, മദേഴ്സ് പെർട്ടിക്കുലേഴ്സ്. പിതാവിന്റെയും മാതാവിന്റെയും വിവരങ്ങൾ. പേരാകും ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ പെഡിഗ്രി അറിയാനാകും. SIRൽ നമ്മുടെ പ്രോജനി പരിശോധിച്ച പോലെ. ചോദ്യം 13 വ്യത്യസ്തമാണ്. അവിടെ നമുക്ക് ഡിസബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അംഗവൈകല്യം സർട്ടിഫൈ ചെയ്യുന്നത് മെഡിക്കൽ ബോർഡാണ്. ഭിന്നശേഷിക്കാരാണെങ്കിൽ അത് ഇവിടെ പറയാം. ചോദ്യം 14 മദർ ടങ് ആൻഡ് അതർ ലാംഗ്വേജസ് നോൺ. നമ്മുടെ മാതൃഭാഷ ഏതെന്നാണ്. ഇത് നമ്മൾ കണ്ണുമടച്ച് പറയും നമ്മുടെ അമ്മ മലയാളം എന്ന്. ഇതുകൂടാതെ നമുക്കറിയാവുന്ന മറ്റു ഭാഷകളും പറയാം. നമുക്ക് വായിക്കാനും എഴുതാനും അറിയാവുന്ന ഭാഷകളെല്ലാം ഇവിടെ പറയാം. ചോദ്യം 15 ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി സ്റ്റാറ്റസ്. സാക്ഷരതയാണ്. എഴുത്തും വായനയുമാണ് സാക്ഷരത എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഡിജിറ്റൽ സാക്ഷരതയും ചോദിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയുമോ എന്നതാണ്. ചോദ്യം 16 സ്റ്റാറ്റസ് ഓഫ് അറ്റൻഡൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നാണോ വിദ്യാഭ്യാസം നേടിയതെന്ന് പറയണം. ആണെങ്കിൽ പഠിച്ച സ്ഥാപനങ്ങളുടെ പേര് പറയാം. ചോദ്യം 17 ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ലെവൽ അറ്റൈൻഡ് ആൻഡ് സ്ട്രീം ഓർ ഡിസിപ്ലിൻ. മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവരാണെങ്കിൽ ഏതുവരെ പഠിച്ചു എന്നും ഏത് ശാഖയിലാണ് പഠനം പൂർത്തിയാക്കിയതെന്നും പറയണം. ചോദ്യം 18 വർക്ക്ഡ് എനി ടൈം ഡ്യൂറിംഗ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ജോലി ചെയ്തിരുന്നു. എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? അടുത്ത ചോദ്യം 19 കാറ്റഗറി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഏത് സാമ്പത്തിക മേഖലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ചോദ്യം 20 ഒക്യുപ്പേഷൻ. എന്ത് തൊഴിലാണ് സ്വീകരിച്ചു വരുന്നത്? ചോദ്യം 21 നേച്ചർ ഓഫ് ഇൻഡസ്ട്രി, ട്രേഡ് ഓർ സർവീസ്. തൊഴിൽ ചെയ്തു വരുന്നത് വ്യാപാരമോ വ്യവസായമോ ആണോ അതോ സേവന മേഖലയാണോ? ചോദ്യം 22 ക്ലാസ് ഓഫ് വർക്കർ. തൊഴിലാളിയാണെങ്കിൽ ഏത് ക്ലാസ്സിൽ വരും? ഉയർന്ന ക്ലാസ്സിലാണോ അതോ മിഡിൽ ലെവലാണോ താഴത്തെ ക്ലാസ്സിലാണോ എന്നിങ്ങനെ മറുപടി നൽകാം. ചോദ്യം 23 നോൺ എക്കണോമിക് ആക്ടിവിറ്റി ഫോർ മാർജിനൽ, സെമി മാർജിനൽ ഓർ നോൺ വർക്കർ. സാമ്പത്തിക ലാഭമില്ലാത്ത പ്രവർത്തനം. ഉദാഹരണമായി തൊഴിൽ ചെയ്യുന്നു, കൂലി ലഭിക്കുന്നില്ല അഥവാ വളരെ തുച്ഛമായ കൂലി ലഭിക്കുന്നു അഥവാ തൊഴിലില്ല. ഇതാണ് ചോദ്യം 23. ചോദ്യം 24 സീക്കിംഗ് ഓർ അവൈലബിൾ ഫോർ വർക്ക് ഫോർ മാർജിനൽ, സെമി മാർജിനൽ ആൻഡ് നോൺ വർക്കർ. തൊഴിൽ അന്വേഷകനാണോ തൊഴിൽ ചെയ്യാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. ചോദ്യം 25 ട്രാവൽ ടു പ്ലേസ് ഓഫ് വർക്ക്. തൊഴിൽ ചെയ്യാനായി തൊഴിലിടത്തേക്ക് എങ്ങനെ പോകുന്നു? യാത്രാ മാധ്യമമാണ് ഇവിടെ പറയേണ്ടത്. തൊഴിലിനെ കുറിച്ചുള്ള ചോദ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പൗരൻ രാഷ്ട്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാതലായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. നേറ്റിവിറ്റി, ഡൊമിസൈൽ, പൗരത്വം തുടങ്ങിയ സിവിൽ സ്റ്റാറ്റസുകളിലേക്കാണ് ഇനി പോകുന്നത്. ചോദ്യം 26 ബർത്ത് പ്ലേസ്. ഇത് പൗരന്റെ ജന്മനാട് ഏതെന്നാണ്? ഇന്ത്യൻ മണ്ണിൽ എവിടെയാണ് പിറന്നത്? നേറ്റീവ് വില്ലേജ് എവിടെയാണ്? ഇതാണ് ഈ ചോദ്യം. നമ്മൾ ജനിക്കുന്നത് നഗരത്തിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തെഴുതും എന്ന സംശയം വരാം. നമ്മൾ ജനിക്കുന്ന മൊമെന്റിൽ നമ്മുടെ പിതാവിന്റെ സ്ഥിര താമസ സ്ഥലമാണ് നമ്മുടെ നേറ്റിവിറ്റി, അല്ലാതെ മെഡിക്കൽ കോളേജ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ ദുബായിൽ ജനിച്ച കുട്ടിയുടെ ജന്മസ്ഥലം എവിടെയാണെന്ന്. ഉത്തരം കുട്ടിയുടെ അച്ഛന്റെ നാട്ടിലെ സ്ഥിരവിലാസം സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ആണ്. അതാണ് നേറ്റിവിറ്റി. ചോദ്യം 27 പ്ലേസ് ഓഫ് ലാസ്റ്റ് റെസിഡൻസ്. ഇത് നമ്മൾ അവസാനം താമസിച്ചിരുന്ന സ്ഥലം. ഇത് നേരത്തെ പറഞ്ഞ ജന്മനാടിനും ചോദ്യം 30ലെ സ്ഥിരതാമസ സ്ഥലത്തിനും ഇടയിലുള്ള നമ്മുടെ താമസ സ്ഥലമാണ്. ചോദ്യം 30 പറയുമ്പോൾ ഇത് വ്യക്തമാകും. അടുത്ത ചോദ്യം 28 റീസൺ ഫോർ മൈഗ്രേഷൻ. ഇത് താമസം മാറാനുള്ള കാരണമാണ്. ഇതും ചോദ്യം 30 പറയുമ്പോൾ മനസ്സിലാകും. ചോദ്യം 29 ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഇൻ ദിസ് വില്ലേജ് ഓർ ടൗൺ സിൻസ് ലാസ്റ്റ് മൈഗ്രേഷൻ. ഈ സ്ഥലത്ത് വന്നിട്ട് എത്ര കാലമായി എന്ന്. ഇവിടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ സ്ഥിരതാമസമാക്കിയിട്ട് എന്ന് മനസ്സിലാക്കണം. ഇനി പ്രധാനപ്പെട്ട ആ ചോദ്യം 30 പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്. ഇത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ സ്ഥിരവാസ സ്ഥലമാണ്. ഇത് ഇന്ത്യൻ മണ്ണിൽ ഏത് സ്ഥലത്താണ് നമ്മൾ സ്ഥിരമായി താമസിച്ച് സ്വന്തം ഹോമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലമാണ് നമ്മുടെ സ്ഥിരവാസ സ്ഥലം. ഈ സ്ഥലം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത സ്ഥലമായിരിക്കണം. മറ്റേതെങ്കിലും പ്രേരണയാൽ നിൽക്കുന്ന സ്ഥലമാകരുത്. പ്രേരണ എന്ന് പറയുമ്പോൾ ജോലി, അസുഖം, ഇങ്ങനെയുള്ള കമ്പൽഷൻ. ഈ ഹോം വില്ലേജിലാണ് നമ്മുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ പട്ടിക ഒക്കെ ചേർക്കുന്നത്. നമ്മൾ ജോലിയുടെ ആവശ്യത്തിന് നിൽക്കുന്ന സ്ഥലമൊന്നും സ്ഥിരവാസ സ്ഥലമല്ല
എന്നാണ് നിയമം പറയുന്നത്. ചികിത്സയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ പോയി നിൽക്കുന്ന സ്ഥലവും സ്ഥിരവാസ സ്ഥലമല്ല. വിദേശത്ത് ജോലി ചെയ്യുന്നുവെങ്കിലും സ്ഥിരവാസ സ്ഥലം നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം വിലാസം തന്നെയായിരിക്കും. ഇനി 31 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ചുള്ളവയാണ്. ഇത് ജനന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. ബർത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ചോദ്യങ്ങളും ഇവിടെ കാണാം. ഇവിടെ വിവാഹിതരായ സ്ത്രീകളെയാണ് കണക്കിലെടുക്കുന്നത്. അവിവാഹിതരായ സ്ത്രീകളുടെ കുട്ടികളെ കണക്കാക്കുന്നില്ല. ഇതിലെ ആദ്യത്തെ ചോദ്യം 31, നമ്പർ ഓഫ് ചിൽഡ്രൻ സർവൈവിംഗ് അറ്റ് പ്രസന്റ് ഫോർ കറന്റ്ലി മാരീഡ്, വിഡോഡ്, ഡിവോഴ്സ്ഡ് ആൻഡ് സെപ്പറേറ്റഡ് വുമൺ ഒള്ളി. ഇത് കുട്ടികളുള്ള സ്ത്രീകളുടെ കാര്യമാണ്. അവർക്ക് പിറന്ന കുട്ടികളിൽ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ എത്ര എന്നതാണ് ചോദ്യം. അടുത്ത ചോദ്യം 32, നമ്പർ ഓഫ് ചിൽഡ്രൻ എവർ ബോൺ എലൈവ് ഫോർ കറന്റ്ലി മാരീഡ്, വിഡോഡ്, ഡിവോഴ്സ്ഡ് ആൻഡ് സെപ്പറേറ്റഡ് വുമൺ ഒള്ളി. ഇതും കുട്ടികളുള്ള സ്ത്രീകളുടെ കാര്യമാണ്. അവർക്ക് ജീവനോടെ ജനിച്ച കുട്ടികൾ എത്ര എന്നതാണ് ചോദ്യം. ഇതിൽ നിന്നും കഴിഞ്ഞ ചോദ്യത്തിലെ ഉത്തരം കുറയ്ക്കുമ്പോൾ ജീവനോടെ ജനിച്ച് മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം കിട്ടും. അടുത്ത ചോദ്യം 33, നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ എലൈവ് ഡ്യൂറിംഗ് ലാസ്റ്റ് 1 year ഫോർ കറന്റ്ലി മാരീഡ് വുമൺ ഒള്ളി. ഇത് അടുത്ത കാലത്ത് വിവാഹിതരായ സ്ത്രീകളുടെ കാര്യമാണ്. അവർക്ക് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ജീവനോടെ ജനിച്ച കുട്ടികളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കുട്ടി എന്നാകും ഉത്തരം. ഇനി വരുന്ന ഭാഗം ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ വ്യക്തിത്വം അളക്കാനുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ എല്ലാ തിരിച്ചറിയൽ വിവരങ്ങളും ചോദിക്കുന്നുണ്ട്. ചോദ്യം 34, പ്ലേസ് ഓഫ് COVID-19 വാക്സിനേഷൻ. കോവിഡ് വാക്സിനേഷൻ എടുത്ത സ്ഥലം. ചോദ്യം 35, ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം. ചോദ്യം 36, മൊബൈൽ നമ്പർ ഇഫ് അവൈലബിൾ. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നൽകിയാൽ മതി. ചോദ്യം 37, ആധാർ നമ്പർ ഇഫ് അവൈലബിൾ. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നൽകിയാൽ മതി. ചോദ്യം 38, വോട്ടർ ID നമ്പർ ഇഫ് അവൈലബിൾ. വോട്ടർ ID നമ്പർ ഉണ്ടെങ്കിൽ നൽകിയാൽ മതി. ചോദ്യം 39, പാസ്പോർട്ട് നമ്പർ ഇഫ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ. പാസ്പോർട്ട് നമ്പർ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഇനി അവസാനത്തെ ചോദ്യമാണ് ചോദ്യം 40, അവൈലബിലിറ്റി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നത്. ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള മറുപടിയാണ് നൽകേണ്ടത്. സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് ഇതിനുള്ള മറുപടികൾ നൽകേണ്ടത്. അവർ നമ്മളെ സഹായിക്കും. ഈ വിവരം നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് സഹായിക്കൂ. ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ ഈ വിവരശേഖരണം മികവുറ്റതാകട്ടെ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോമി DC.